ഷാനവാസിന്റെ വീട്ടിൽ നിന്ന് ഷാനവാസിന് കോള് വന്നു അല്ലേ? ലാലേട്ടൻ ചോദിച്ചു, നിങ്ങൾ ഓക്കെ ആണോ? നിങ്ങൾ ഇനി ടാസ്ക് ഒക്കെ ചെയ്യാൻ പറ്റുമോ? കാര്യം ഇത് 7ന്റെ പണിയാണ്. ഇനി അങ്ങോട്ട് കൂടുതൽ 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 ടാസ്കുകൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഓക്കെയാണ്. പക്ഷെ ഇതിൽ സത്യം പറഞ്ഞാല് ബിഗ് ബോസ് ഒരു ട്രാൻസ്പാരന്റ് ആക്കിയതായിട്ട് നിങ്ങൾ എന്തുകൊണ്ടായിരിക്കും ബിഗ് ബോസ് ഇത് വീട്ടിൽ നിന്ന് വിളിപ്പിക്കുകയും ആ ഒരു സ്പെഷ്യലായിട്ട് ഒരു കൺസിഡറേഷൻ കൊടുക്കുകയും ചെയ്തത്? ഇനി രണ്ടാമത്തെ കാര്യം, രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് അക്ബർ വിളിച്ചു. വളരെ മോശമായ കാര്യമാണ്. രേണു തിരിച്ചും അങ്ങോട്ട് വേട്ടപ്പട്ടി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതെന്തോ ലാലേട്ടൻ ചോദിച്ചിട്ടില്ല. അതും ചോദിക്കണമായിരുന്നില്ലേ? കാര്യം ആദിലെ നൂറയും അപ്പയെന്ന് വിളിച്ചതും ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഷാനവാസിൻ്റെ കാര്യമാണ് ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ഷാനവാസിൻ്റെ ഇന്നലത്തെ ഒരു നമ്മുടെ വീഡിയോയിൽ അല്ലെങ്കിൽ ബിഗ് ബോസ് നമ്മുടെ ലാലേട്ടൻ്റെ എപ്പിസോഡിനകത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞു അല്ലേ? നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കാര്യം നടക്കുമെന്നുള്ള ഷാനവാസിൻ്റെ കാര്യത്തിൽ. അപ്പം അതൊരു ഗുരുതരമല്ലേ, ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം വീട്ടിൽ നിന്ന് കോൾ വന്നത്. കഴിഞ്ഞ സീസണിൽ വീട്ടിൽ നിന്ന് കോൾ വന്നെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളും എൻ്റെ പൊന്നോ എന്തിന് വീട്ടിൽ നിന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇതെന്ന് പറയുന്നത് ഇത് വേറെ തന്നെ ഒരു ഇതാണ്. ഇത് വേറെ ഇത് വേറെയാണ്. പക്ഷെ രണ്ടും വീട്ടിൽ നിന്ന് വിളി. അപ്പോൾ എന്തായിരുന്നാലും ഷാനവാസിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതെന്ന് പറഞ്ഞാൽ വേറെ ഒരു ഷാനവാസിന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അല്ലേ? അത് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നല്ലോ. പുള്ളിക്കാരൻ മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് അത് ക്ലാരിഫൈ ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് അവർ തമ്മിലല്ല, നിങ്ങളോടാണ് അവർ ക്ലാരിഫൈ ചെയ്തത്, പ്രേക്ഷകരോട് ക്ലാരിഫൈ ചെയ്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് നിങ്ങളെ അറിയിക്കുക, പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തേക്കുന്നത്. കാര്യം ഈ പുള്ളിക്കാരന് കുറച്ച് ഹെൽത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ടാസ്കുകൾ വരുന്നുണ്ട്. അതായത് നമുക്ക് അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രേക്ഷകർ അതെന്താ സമ്മതിക്കൂല, ഒരാൾക്ക് മാത്രം ഇങ്ങനെ ഒരു കൺസിഡറേഷൻ എന്നുള്ളൊരു സംഭവം ചോദിക്കുമല്ലോ, അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ആ ചോദ്യം ഉന്നയിക്കുന്നതിന് മുന്നേ തന്നെ എടുത്തിട്ട ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ട്രാൻസ്പാരൻ്റ് ആക്കിയതാണ്. അതായത് പ്രേക്ഷകരുടെ മുന്നിൽ ഒരു തെളിഞ്ഞ ഒരു സംഭവമായിട്ട് ആക്കിയെടുത്തു. അവരുടെ വീട്ടുകാരെ കൊണ്ട് ഷാനവാസിനെ വിളിപ്പിക്കുകയും ചെയ്തു. ഷാനവാസിനോട് എടുത്തു ചോദിച്ചു അല്ലേ, നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ടാസ്കുകൾ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഓക്കെ ആണോ? കാര്യം ഈ ഉറക്കം പുകഞ്ഞ വെള്ളി പുറത്തെന്ന് പറഞ്ഞ ടാസ്കിനകത്ത് പുള്ളിക്കാരൻ ഉറങ്ങി അഭിനയിക്കുകയാണെന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഉറങ്ങുകയും ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ വയ്യ, മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് മറ്റ് കണ്ടസ്റ്റൻസും പറഞ്ഞു പുള്ളിക്കാരന് എന്തെങ്കിലും ഉറക്കുന്ന ഇത്രയും മരുന്ന് കഴിക്കുന്നതുകൊണ്ട് തന്നെ വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞ് മറ്റ് കണ്ടസ്റ്റൻസും ടെൻഷനിലായിരുന്നു അല്ലേ? ജിസേലാണെങ്കിലും ശൈത്യാണെങ്കിലും അവർ രണ്ടുപേരും ഉറങ്ങാതെ ഇങ്ങനെ കാത്തിരുന്നു. അയ്യോ ഇടയ്ക്കിടയ്ക്ക് തട്ടിയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു, ദൈവമേ ഇത്രയും ഇങ്ങനെ കാര്യം ബുദ്ധിമുട്ട്. ഉറക്കം ഒളിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. നമ്മൾ ഉറക്കം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഷാനവാസിൻ്റെ വീട്ടിൽ നിന്ന് അവർക്ക് ഭയങ്കര ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നിരിക്കാം. കാര്യം അയ്യോ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്, ഈ ടാസ്ക് ചെയ്യാൻ പറ്റുമോ അല്ലേ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നിരിക്കുക. അത് കാര്യം അതുകൊണ്ടാണ് പുള്ളിക്കാരൻ്റെ ഭാര്യ അങ്ങനെ വിളിച്ച് സംസാരിച്ചു, ഓക്കെ അല്ലേ, പേടി ഉണ്ടായിരുന്നു കാണാം, അയ്യോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമോ. അപ്പോൾ ആ ഒരു സംഭവം അവർ ബിഗ് ബോസിനെ അറിയിക്കുകയും ബിഗ് ബോസിന് അത് ജനങ്ങളെ അറിയിക്കുകയും വേണമായിരുന്നു. അതായത് നമ്മൾ എന്തായാലും അവർ സേഫ് ആവുകയാണ് ചെയ്യുന്നത്. ബിഗ് ബോസ് സേഫ് ആയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബിഗ് ബോസ് സേഫായിട്ട് നേരിട്ട് അതായത് വീട്ടിൽ നിന്ന് വിളിച്ചു, ഷാനവാസ് ഓക്കെ ആണെന്ന് പറഞ്ഞു, ഇനിയുള്ള ടാസ്കുകളും കളിക്കാം ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളും കേട്ടു, എല്ലാവരും അറിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിപ്പം എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ പ്രേക്ഷകർ അതിന് ചോദ്യം ഉന്നയിക്കത്തില്ല. അയ്യോ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലല്ലോ, ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ലല്ലോ, ഇതൊക്കെ ഇങ്ങനെ വല്ലല്ലോ നേരത്തെ പറയണ്ടേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉന്നയിക്കും. അപ്പോൾ അതങ്ങനെ ചോദ്യം വരുന്നതിന് മുന്നേ നമ്മുടെ ബിഗ് ബോസ് സേഫ് സോണിലേക്ക് പോയതുപോലെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി അടുത്ത് അത് ഷാനവാസിൻ്റെ കാര്യം. ഇനി രേണുവിൻ്റെ കാര്യത്തിനകത്ത് കുറച്ച് ചോദ്യങ്ങൾ ഇന്നലത്തെ എപ്പിസോഡ് കഴിഞ്ഞ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അക്ബർ നമ്മുടെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചു, വളരെ മോശം. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്ബറിന് ലാലേട്ടൻ ചോദ്യം ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ ആദിലെ നൂറയും പുള്ളിക്കാരി രണ്ടുപേരും അപ്പി എന്ന് വിളിച്ചു, അവർ ഡിസർവ് ചെയ്യുന്നെന്ന് പറഞ്ഞു. അവരവിടുന്ന് മാറിയില്ല, ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചിരിക്കുകയാണ്, അയാൾ അത് ഡിസർവിങ് ആണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്നാൽ രേണു തിരിച്ചും അക്ബറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ്, വേട്ടപ്പട്ടി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പറയായിരിക്കും അതിൻ്റെ റിയാക്ഷൻ ആണെന്നുള്ളത്. പക്ഷെ എന്നാലും അതും ഒന്ന് അത് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? എനിക്കും ഞാൻ നോക്കിയപ്പോൾ അത് പറഞ്ഞിട്ടില്ല. അപ്പം അതും ഒന്ന് പറയണമായിരുന്നു. ഇപ്പം നമ്മൾ അങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് വിളിക്കണമെന്നും അതിൻ്റെ റിയാക്ഷൻ ആണെന്നൊക്കെ നിങ്ങൾക്ക് പറയാം അല്ലേ? അത് ഇങ്ങോട്ട് വിളിച്ചാൽ പിന്നെ അങ്ങോട്ട് വിളിക്കൂലേ? പിന്നെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചാൽ പിന്നെ 10 തെറി അങ്ങോട്ടും വിളിക്കണം, അത്രേ ഉള്ളൂ. അപ്പം പക്ഷെ അതല്ലാണ്ട് കുറച്ച് പേര് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു കമൻറ്റ് സെക്ഷനിലാണെങ്കിലും. ഇവർ വിളിച്ചതിന് ലാലേട്ടനെ ഒന്ന് ചോദ്യം ചെയ്യാമായിരുന്നു. കാര്യം ജിസേലിൻ്റെ ബ്യൂട്ടി പാർലർ എന്നൊക്കെ നല്ല പേരാണ് രേണു ഇട്ടത്, നല്ലൊരു പേര് അല്ലേ രേണു തിരിച്ചിട്ടത്. ബ്യൂട്ടി പാർലർ നല്ല പേരാണ്, എന്നാൽ ട്രോളുമാണ്.
അപ്പം അതുപോലെ തന്നെ രേണുവിന് തിരിച്ചു വിടാമായിരുന്നു. രേണു തിരിച്ചും വേട്ടപ്പട്ടി എന്ന് വിളിച്ചല്ലോ എന്ന് കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിൽ എടുത്ത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ലാലേട്ടന് ചോദിക്കാമായിരുന്നു എന്ന് കുറേ പേര് പറയുന്നു. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇനി നമുക്ക് ഇന്ന് ലാലേട്ടൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരിക്കും അല്ലേ. നമ്മുടെ ഇനിയും കിടക്കുന്നുണ്ടല്ലോ ജയിലിലെ കാര്യങ്ങളും ഒക്കെ. അപ്പോൾ മെയിൻ വിഷയങ്ങളൊക്കെ ഈ ഒരു ഈ ദിവസമായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.